കോൺഗ്രസ്സിൽ എന്തോ മഹാത്ഭുതങ്ങൾ നടക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ. ഡൽഹിയിൽ ഹൈക്കമാൻഡ് മീറ്റിംഗ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ് എന്താ നടക്കാൻ പോടെ നമുക്ക് നോക്കാം. ഒന്നും നടന്നില്ല. മല എലിയെ പ്രസവിച്ച പോലെ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ എല്ലാം അവസാനിച്ചു. എന്താ, സുധാകരനെ മാറ്റും, അടുത്ത KPCC പ്രസിഡന്റായിട്ട് വേറെ ആൾക്കാരെ പരിഗണിക്കുന്നു. ജാതിയും മതവും നോക്കി നായർ മാറ്റി ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ. ഉടനെ തീരുമാനം. ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. എന്ത് പറ്റി? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ തീർന്നില്ലേ? സുധാകരൻ പാട്ടും പാടി ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചില്ല. പിന്നെ തരൂരുമായിട്ട് 1-to-1 മീറ്റിംഗ് രാഹുൽ ഗാന്ധി. KC വേണുഗോപാലോടെ കയറി ഇരിക്കാൻ വന്നപ്പം തരൂര പറഞ്ഞത് വേണ്ട, നമ്മൾ രണ്ടും സംസാരിച്ചാൽ മതി. അവർ രണ്ടും സംസാരിച്ചതിന്റെ പൊരുൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ആരാ? രാഹുൽ പുറത്തു വിട്ടില്ല, ശശി തരൂർ പുറത്തു വിട്ടില്ല, പക്ഷെ വേറൊരു വിദ്വാൻ പുറത്തു വിട്ടു. അതാരാണ്? സംശയം KC വേണുഗോപാൽ. എന്താ? KCയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു കാണും, ഞാനും തരൂരും തമ്മിൽ എന്താ സംസാരിച്ചത്. അത് ലീക്ക് ചെയ്യപ്പെട്ടു. ഇപ്പൊ ലീക്ക് ചെയ്യപ്പെട്ടപ്പോൾ ആരായതിന് പിന്നിൽ സംശയിക്കുന്ന മുഖം KC വേണുഗോപാലിന്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മുഖമാണ്. അതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റ്. എന്താ കാര്യം? രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആള് KC വേണുഗോപാൽ തന്നെയാണ്. ശശി തരൂരൊന്നും അല്ല, നമുക്കറിയാമല്ലോ. ശശി തരൂരും രാഹുൽ ഗാന്ധി അല്ലെ പിന്നെ സോണിയാഗാന്ധിയുടെ കുടുംബമായിട്ടുള്ള ഒരു അകൽച്ച എവിടെയുണ്ട് പാർട്ടിക്കുള്ളിൽ, സത്യമാണ്. അപ്പൊ KC ആണ് രാഹുലിന്റെ വിശ്വസ്തൻ. പാർട്ടിയിൽ രാഹുലും ഖാർഗെയും, പ്രസിഡന്റ് ഖാർഗെയും AICC പ്രസിഡന്റ് ഖാർഗെയും കഴിഞ്ഞാൽ പാർട്ടിയിലെ മൂന്നാമത്തെ ശക്തനായ വ്യക്തിയാണ് KC വേണുഗോപാൽ. അപ്പോ പക്ഷെ ജനകീയനല്ല. കേരളത്തിൽ ഇപ്പൊ എല്ലാ ഇലക്ഷനിലും മത്സരിച്ച് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, അത് സത്യം. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മുഖമല്ല KC വേണുഗോപാലിൻ്റെത്. ആ മുഖം ശശി തരൂര് തന്നെയാണ്. UDFന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖം ശശി തരൂര് തന്നെയാണ്. കാരണം അടുത്ത കാലത്ത് നടത്തിയ ഒരു ഇൻഡിപെൻഡന്റ് സർവേയിൽ പോലും കണ്ടെത്തിയത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ 48% വോട്ട് നേടിയത്, പോളിംഗ് നേടിയത് ശശി തരൂരാണ്. ബാക്കി എല്ലാവരും പിന്നിലാണ്. VD സതീശൻ പിന്നിലാണ്, രമേശ് ചെന്നിത്തല പിന്നിലാണ്, K സുധാകരൻ പിന്നിലാണ്, എല്ലാവരും പിന്നിലാണ്. തരൂരിനോട് വെല്ലാൻ വേറെ ആരും ഇല്ല. അത് ജനമനസ്സുകളിൽ തരൂരിനെ പറ്റിയുള്ളൊരു ഒരു വിശ്വാസം, ഒരു ധാരണയുള്ളത്. അപ്പോ എന്താ രാഹുൽ ഗാന്ധി KC ഒഴിവാക്കിയിട്ട് രാഹുൽ ഗാന്ധി തരൂർ മീറ്റിംഗിൽ തരൂര് പ്രചരണ രംഗത്ത് വേണം. അതിന് തരൂരിനെ വൈകാതെ അക്കോമഡേറ്റ് ചെയ്യും. ഒരു മാന്യമായ സ്ഥാനം നൽകി, ഇപ്പൊ തന്നെ പ്രവർത്തക സമിതി അംഗമാണ്, ഒരു സ്ഥാനം നൽകി അക്കോമഡേറ്റ് ചെയ്യും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരകൻ ശശി തരൂർ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ. പക്ഷേ UDF ജയിച്ചാൽ, കോൺഗ്രസും UDFും ജയിച്ചാൽ ബാക്ക്ഡോർ എൻട്രി മുഖ്യമന്ത്രിയായിട്ട് വരിക KC വേണുഗോപാലായിരിക്കും. ജയിച്ചാൽ, അത് ബ്രീഫ് ക്ലോസ് ആണ് പറയുന്നത്. ജയിക്കില്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ഇടതുപക്ഷം മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തില് ഞങ്ങൾ ലീഫ് ക്ലോസിൽ പറയുകയാണ്, എങ്ങനെയെങ്കിലും UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ബാക്ക്ഡോർ എൻട്രി ആയിട്ട് രാഹുലിന്റെ വിശ്വസ്തൻ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. സതീശൻ ഔട്ട്, ചെന്നിത്തല ഔട്ട്, സുധാകരൻ ഔട്ട്. ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് തരൂരിന് മനസ്സിലായി. അപ്പൊ തരൂരിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകാൻ താല്പര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിൽ അത് താല്പര്യമുണ്ട്, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ ജയിച്ചു വരണം. അപ്പൊ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക്, അതായത് ഇലക്ഷൻ ഇയർ ആയൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത 5-6 മാസത്തിനകത്ത് നടക്കാൻ പോകുന്ന കേരളത്തില്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആദ്യം മെയിലാകുമ്പോൾ ഏപ്രിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ തൽക്കാലത്തേക്കുള്ള വെടിനിർത്തൽ, ആ വെടിനിർത്തലിന് സുധാകരൻ ഇപ്പൊ മാറ്റിയ പ്രശ്നമാവും, പണി കിട്ടും. അതുകൊണ്ട് തരൂരിനെ പിണക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ മാനസപുത്രനായിട്ട് KC വേണുഗോപാലിനെ അണിയറയിൽ ഒരുക്കി നിർത്തുക. കോൺഗ്രസ് ജയിച്ചാൽ, അല്ലെ UDF ജയിച്ചാൽ പിന്നെ മുഖ്യമന്ത്രിയാണ്.
അപ്പോൾ സതീശൻ ഇപ്പം കേന്ദ്രത്തിൽ മീറ്റിങ്ങിൽ ഹൈക്കമാൻഡ് യോഗത്തിൽ പോയി രാഹുൽ വിളിച്ച യോഗത്തിൽ പോയിട്ട് പിന്നെ സതീശൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയേ അല്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു. അതൊക്കെ അവിടെ പറയേണ്ടി വന്നു. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? UDFന്റെ. അതിനിയും 2 ചോയ്സേ ഉള്ളൂ. ആ 2 ചോയ്സ്, ഒന്ന് ശശി തരൂർ, 2 KC വേണുഗോപാൽ. ഇതിനപ്പുറത്ത് വേറെ ചോയ്സ് ഇല്ല. അത് UDF ജയിച്ചാൽ തരൂർ മുഖ്യമന്ത്രി ആവണോ എന്ന് തരൂർ തീരുമാനിക്കും. അല്ലെ തരൂരിന്റെ വഴി വേറെ വഴിയുണ്ട്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.